ഉണ്ടായിട്ടില്ലല്ലോ. അവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഈ നിലക്ക് വളരാനും ഇത് വികസിക്കാനും ഒക്കെ കാരണം എന്താ? അത് വളരെ വിശുദ്ധന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ് അതിനെ സ്ഥാപിച്ചത്. അവരൊക്കെ നേതാവാകുന്ന ഏറ്റവും വലിയതായ മഹാൻ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹ്, അവരെ ഇൽമിനോടും അവരെ വിലായത്തിനോടൊന്നും കടപിടിക്കുന്ന ഒരുത്തൻ ഈ കേരളത്തിലുണ്ടായിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവില്ലേ. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ. അപ്പൊ അങ്ങനത്തെ വലിയ മഹാനാണ് നമ്മളെ കയ്യിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിച്ചത്. ഇത് ഇന്നും മൂപ്പർ തന്നെയാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയമില്ല. അവരെ ഇലാഹിയായ നിലക്കുള്ള അവരുടെ ആ ആത്മീയമാവുന്ന നിയന്ത്രണം ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മേലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആരെ ഇതിന്റെ മുന്നിൽ വന്നാലും നമുക്കൊക്കെ ഒരു ധൈര്യമുണ്ട്. കാരണം നമ്മൾ എങ്ങനെ ചെയ്താലും നമ്മളെന്താവൂല, പേച്ചു പോവില്ല. അങ്ങനെ പേച്ചു പോകുന്ന സമയത്ത് നമ്മളെന്താക്കും, അതിനെ തിരുത്താൻ. അതാണ് ശരിയായ മുറബിയായ ശേഖ് എന്ന് പറഞ്ഞാൽ. മുറബിയായ ശേഖ് എന്നൊക്കെ പറഞ്ഞാൽ തെരീക്കത്ത് ശേഖിലായിട്ട് ബന്ധപ്പെടുക, തെരീക്കത്ത് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലുമാണ് ചെന്നുകാണ്ട് വല്ല ദിക്കറിന്റെ കള്ളാസ് തീർത്താൽ ശേഖും മുരീതൊന്നും ആവൂലടോ. അത് കുറെ അതും ഇതും ഇല്ലാത്തതും ഉള്ളതുമാവുന്ന കറാമത്തുകളൊന്നും പറഞ്ഞു തന്നാലൊന്നും ശേഖിന്റെ മുരീതൊന്നും ആവൂല. ഒരു ശേഖുമായി ബന്ധപ്പെട്ട് തെരീക്കത്തൊക്കെ സ്വീകരിക്കാന്നുണ്ടെങ്കിൽ അതിനൊരു പാട് കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കടന്നു എത്തുമ്പോഴേ അവിടെ എത്തുള്ളൂ നമ്മള്. അതന്നെ ശേഖ് എന്ന് പറഞ്ഞാൽ ശേഖിനിക്ക് ചില സ്വഭാവങ്ങളൊക്കെ വേണം. ഷേഖ് എന്ന് പറഞ്ഞാൽ ഷേഖുക്കെ ഉവല്ലദീ അഖ്റജക മിൻ സിജ്നിൽ അവാന. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിന്നെ തടിന്റെ ഇച്ഛയിൽ നിന്നിട്ട് നിന്നെ മോചിപ്പിക്കാൻ ഷേഖിനിക്ക് കഴിയണം. ഒമാസാല യജ്ലൂ മിർആത ഖൽബിക്, നിന്റെ ഹൃദയമാവുന്ന ആ കണ്ണാടിയെ നോക്കിക്കൊണ്ട് അതിനെ നിയന്ത്രിച്ച് അതിനെ കടഞ്ഞ് വിശുദ്ധമാക്കാൻ ഷേഖിനിക്ക് കഴിയണം. അവനാണ് ഷേഖ്. അത് മാത്രമല്ല, സർവ്വസമയത്തും നീ തെറ്റിലേക്ക് പോകുമ്പോൾ നിന്നെ നോക്കിക്കൊണ്ടിട്ട് എന്താക്കാൻ, നിന്നെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ഷേഖിനിക്ക് കഴിയണം. അവനാണ് ഷേഖ് എന്ന് പറഞ്ഞത്. അവസാനം നിന്റെ കൈയൊടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ എത്തിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥ ഷേഖ്, മുറബിയായ ഷേഖ് എന്ന് പറഞ്ഞത്. അന്നേക്കുള്ള മുറബിയായ ഷേഖായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹ്. അവരെ തർബിയത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ മേൽ. അത് അവരാര് തന്നെ ഇതിന്റെ മുന്നിൽ നിന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരതെന്താവുന്നറിയോ വേണ്ടതുപോലെയൊക്കെ. അതാണ് നമുക്കൊക്കെ ഉള്ള ധൈര്യം. അതാണ് എങ്ങനെ അതിനെ പയച്ചു പോകില്ല. കാരണം പയക്കുന്ന സമയത്ത് നിയന്ത്രിക്കാൻ മൂപ്പരുണ്ട് എന്നുള്ള ബഹുമാനപ്പെട്ടവരുണ്ട്. അവരെനി കയ്യിലെ ആളെന്ന് മഹാനാവുന്ന മൈദീശേഖ് തങ്ങൾ പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നതുപോലെ ഹൃദയത്തിലുള്ളത് നോക്കിക്കാണാൻ കയ്യിലെ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവർ. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ പെടുന്നനെ ഒരുത്തനെ വിളിച്ചു, ഒരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞു. അവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഈമാനില്ല, ഇപ്പൊ ഇവിടുന്ന് പോകണം. ഇതൊക്കെ മൂപ്പരെ മരണം വരെ നമ്മളിതൊന്നും പറയരുത് മൂപ്പര് പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ പോണം എന്ന് പറഞ്ഞു. ഇപ്പത്തെ ഈ ശേഖന്മാരെ പറ്റി പറയണമായിരിക്കണ്ടല്ലോ, പലതും പറഞ്ഞു കിടക്കണേ. അതൊന്നും മൂപ്പരെ പറ്റി പറയില്ല, മൂപ്പരത് പറയാൻ പാടില്ല എന്നാ പറയില്ലേ, മൂപ്പര് ഭരിക്കണതേ പറയരുത് എന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്ക ഇമ്പാനില്ല. അന്ന് കോളേജ് കമ്മിറ്റിന്റെ ആളുകളോ അന്നത്തെ ഉസ്താദ്മാരൊക്കെ അവനെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. മൂപ്പര് തിരിച്ചെടുത്തില്ല. അവിടുന്ന് 10 ദിവസം കഴിഞ്ഞപ്പോ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇവ കോളേജിന്റെ മുന്നിലത്ത് പ്രസംഗിക്കുകയാണ്. ഇത് നമ്മൾ നേരെ കാണുക. അന്ന് ഷെയ്ഖുനാനോട് പലരും വന്ന് പറഞ്ഞു, നിങ്ങൾ പുറത്താക്കി അവനതാ ഒരു ക്രിസ്ത്യാനിയായി വന്ന് പ്രസംഗിക്കണം. ഷെയ്ഖുന പറഞ്ഞത് എന്താ അറിയോ, അത് എന്നോട് പറയണ്ടടാ, അന്ന് ആ സംശയമുള്ളവരോടൊക്കെ പോയി പറഞ്ഞാളെ. എനിക്ക് സംശയമില്ലല്ലോ, അതുകൊണ്ടല്ലേ യാവാന്റെ ഹൃദയത്തിൽ ഇമാനില്ല. അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി കാണാൻ വരെ കഴിയണ മഹാന്മാര്, അതാണ് യഥാർത്ഥ ഷേഖ് എന്ന് പറഞ്ഞത്. അതാണ് ശൈഖുനാ ശംസുൽ ഉലമ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അവരെ ഇൽമിനോടും അതൊക്കെ വലിയ സംഭവമാണ്. ശൈഖുനാ ശംസുൽ ഉലമ എന്നൊക്കെ പറഞ്ഞാല് അവരെ ഇൽമിനോട്. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.